ഒരു കേടും കൂടാതെ പഴുത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ കവറ് കെട്ടി വെച്ചിരുന്ന അഭിയുതാ പഴുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൂസിന് കൊടുക്കാൻ വേണ്ടിയിട്ടേ ഇക്ക അത് മേലാറ്റൂരിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിക്കാണ് കേട്ടോ. ഇക്ക വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ റെസ്റ്റിലിരുന്ന ഉമ്മതാ പത്തിരിയൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പൂസിന് ചായയൊക്കെ കൊടുത്ത് ഞാനും ചായയൊക്കെ കുടിച്ചത് ആ കുഞ്ഞാമാൻ്റെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കുഞ്ഞാമാൻ്റെ കയ്യിൻ്റെ പ്രശ്നം ഒന്ന് സോൾവ് ആയി വന്നപ്പോഴേക്ക് ബാലൻസ് പോയി ഇന്നലെ ഹോസ്പിറ്റലിലേക്കൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ടുണ്ടായി. ഞാൻ വന്നപ്പോഴേക്ക് ഉമ്മ ഇവിടെ ഇക്കാക്കുള്ള ചായയും കറിയും ബീഫൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറും തീമിട്ട് കന്നുകൾ ുള്ള മുതിരയും തീമിട്ടപ്പോഴേക്ക് മീൻകാരം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ കുറച്ച് ചോറ് തിളപ്പിച്ച് ഊറ്റാനും ഉണ്ട് കേട്ടോ. അപ്പൂസിന് ഞാനൊരു 12 മണിയൊക്കെ ആയപ്പോൾ ഒരു മുട്ട കൊടുത്തു. ഉമ്മ അതാ ചിരങ്ങ ചെത്തുന്ന തിരക്കിലാണ്. ഇത് ഉപ്പേരിയും വെക്കണം. ആ സമയത്താണ് വിരുന്നുകാർ വന്നത് കേട്ടോ. അമ്മാവൻ വന്ന് കല്യാണം ക്ഷണിച്ച കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അമ്മാവൻ്റെ മക്കളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഞങ്ങളെല്ലാവരും സിറ്റൗട്ടിൽ കുറേ സമയം സംസാരിച്ചിരുന്നു കേട്ടോ. അവർ ഡ്രസ്സൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവരിവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അതിന് കമ്പനിയിൽ നിന്ന് വരുന്ന സമയത്ത് ഇവിടെ കയറി. കുഞ്ഞാമ്മയും തന്നെ എല്ലാവരും സൗണ്ടും കേട്ടപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഗ്യാസ് റീഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു. അവർ പോയിട്ടാണ് പിന്നെ ഉപ്പേരിക്കുള്ള പരിപാടിയൊക്കെ തുടങ്ങിയത്. സമയം ഒരുപാട് വൈകിയിലെ ഉപ്പേരി ഞാൻ വെക്കാം, നീ ആ മീനൊന്ന് നന്നാക്കിയിട്ട് വാ എന്ന് പറഞ്ഞ് മീൻ നന്നാക്കി. അപ്പോഴേക്കും ഉമ്മ ഇവിടെ ഉപ്പേരി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. മീനൊക്കെ പൊരിച്ച് ഉപ്പേരിയൊക്കെ വെച്ചിട്ട് നല്ലൊരു ഊണൊക്കെ കഴിച്ച് ഞങ്ങൾ ഇവിടെ കിടന്നിട്ടുണ്ട്. അപ്പൂസ് ഇതാ കുളിച്ചുറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈവനിങ്ങിൽ എണീറ്റിട്ട് പഴം വാട്ടിയതാണ് കൊടുത്തത്. അത് കഴിച്ചില്ല. പക്ഷേ ബത്തൊക്കെ കൊടുത്തപ്പോൾ ആൾ കുറച്ചൊക്കെ കഴിച്ചിട്ടോ. വൈകുന്നേരം ആയില്ലേ, പുറത്തേക്ക് കെട്ടിയിട്ടുണ്ടായിരുന്ന മൂരിനൊക്കെ ഇതാ അകത്തേക്ക് കെട്ടുകയാണ്, അതായത് തൊഴുത്തിലേക്ക് കെട്ടുകയാണ്. ആ സമയത്താണ് റിച്ചും സനുവും അതിനൊക്കെ വന്നത് കേട്ടോ. അപ്പോൾ പൂമോളും കുഞ്ഞാമ്മയൊക്കെ ഓലും വന്നു. പിന്നെ എല്ലാവരും സിറ്റൗട്ടിൽ സംസാരിച്ചിരിക്കലായി. ഇനിയിപ്പോൾ ഇത് മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നവരെ തുടരും കേട്ടോ. അപ്പൂസിനായിട്ട് ഓരോ കളികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ആ സമയത്ത് ഫനു ഷവർമ്മ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അപ്പൂസിനും റിച്ചുവിനൊക്കെ കൊടുന്നു കൊടുത്തു കേട്ടോ. എനിക്ക് തോന്നുന്നു അപ്പൂസ് ആദ്യമായിട്ടായിരിക്കും ഷവർമ്മ തിന്നണമെന്ന് എനിക്ക് ശരിക്കും അറിയില്ല കേട്ടോ. എന്തായാലും രണ്ടാളും ഒരു പ്ലേറ്റ് നല്ല ഉഷാറായിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് അതിനും എന്തെങ്കിലും കൊണ്ടുവരല്ലേ പറഞ്ഞ് അങ്ങനെയാണ് ലോഡഡ് ഫ്രൈസ് കൊണ്ടുവരലുണ്ടായത് കേട്ടോ. പൊതുവേ ലോഡഡ് ഫ്രൈസ് അതിനും ഇഷ്ടമല്ല. ബാക്കി എല്ലാവർക്കും വോട്ട് എടുത്തപ്പോൾ ലോഡഡ് ഫ്രൈസ് ആണ് വേണ്ടത്. അങ്ങനെ ഇതാ ലോഡഡ് ഫ്രൈസ് ഒക്കെ കൊടുന്ന് ഞങ്ങളെല്ലാവരും വട്ടത്തിലിരുന്ന് കഴിക്കുകയാണ്. ഷവർമ്മൻ്റെ മുകളിൽ ഈ കഴിക്കുന്നത് ലോഡഡ് ഫ്രൈസ് കേട്ടോ. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, വയറ് വേദനിക്കോ എന്താ ഒന്നും അറിയില്ല. ഓന് പൊതുവെ ഇങ്ങനത്തെ ഒന്നും കഴിക്കലില്ല. പിന്നെ കഴിക്കുമോ, ആദ്യമായിട്ട് കഴിക്കുമ്പോൾ അതിങ്ങനെ അടുപ്പിച്ച് കഴിക്കുമ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമൊന്നും ഉണ്ടായില്ല. അങ്ങനെ അതാ ഞങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മാൻ്റെ കാലിൽ വിരൽ കെട്ടിയിരുന്ന ആ ഒരു പ്ലാസ്റ്റർ പോന്നപ്പോൾ പുതിയത് കൊണ്ടുവന്നൊക്കെ കേട്ടോ. ഒരു വിമാനം വന്നപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുത്ത് ഇക്കാക്കാൻ്റെ അടുത്ത് മെല്ലെ അപ്പൂസിനിട്ടിട്ട് ഞങ്ങളൊന്ന് പുറത്ത് പോവുകയാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.